എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോ വണ്ടി എടുത്തെത്തി. അതെ, ബോംബെ ഒന്ന് ചെറുതായിട്ട് കറങ്ങി, അധികം കറങ്ങാൻ പറ്റിയില്ല, മഴയാണ്, ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുക. അതെ, അപ്പൊ നമുക്ക് ലോഡായിട്ടുണ്ട് നാട്ടിലേക്ക്. അപ്പൊ പെട്ടെന്ന് പോയേക്കാം, മഴയാണ്, ഇപ്പൊ എപ്പോ വെള്ളം പൊങ്ങുമെന്ന് പറയാൻ പറ്റത്തില്ല. അതെ, വേഗം വണ്ടി എടുത്തോ. ആക്കിയാലും ഇവിടെ ഈ വെയർ ഹൗസിൽ തന്നെ വണ്ടി ഇട്ടിട്ട് പോയതുകൊണ്ട് വണ്ടി സേഫ് ആയിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഒരാൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. ചേച്ചിക്ക് കൂട്ടിനൊരാള് കയറി. ആരാ? എലിയോ? എലി എവിടുന്നോ ഒരുത്തൻ കയറിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ എലിയുണ്ട് ഈ സൈഡിൽ കൂടെ അല്ല. അപ്പോഴേ നമുക്ക് പെട്ടെന്ന് പോകണം. അപ്പം ലോഡ് കയറ്റേണ്ട സ്ഥലത്ത് വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കാന്നാ പറഞ്ഞേ. അവിടെ ചെന്നാലേ അറിയത്തുള്ളൂ എങ്ങനെയാന്ന്. ഇപ്പൊ നമ്മള് ഭീവണ്ടിന്നാണ് ലോഡ് കയറ്റാൻ പോകുന്നത്. ഭീവണ്ടി എന്ന് പറഞ്ഞാൽ വെയർ ഹൗസുകളുടെ തന്നെ ഒരു സ്ഥലമാണ്. ഏറ്റവും വലിയ വെയർ ഹൗസുകളുള്ള സ്ഥലമാണ് ഭീവണ്ടി. പിന്നെ ഇവിടെ ഒന്നും വെളിയിൽ ഒരിടത്തും കൊണ്ട് വണ്ടി ഇട്ടിട്ട് കിടക്കാനും പറ്റത്തില്ല, ഡീസൽ ഊറ്റിക്കൊണ്ട് പോകും. കള്ളന്മാരുടെ കേന്ദ്രമാണ്. ഡീസല്, ബാറ്ററി, സ്റ്റെപ്പിനി, പടുത ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതൽ എപ്പോഴും. മുത്തേ ട്രാവൽ ലോഗിന്റെ മുംബൈ യാത്രയിലെ മഴ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പേര് മഴ ആയതുകൊണ്ട് നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം മാറ്റി. മുംബൈ കറക്കാനൊക്കെ കുറച്ച് പ്ലാൻ ഉണ്ടായിരുന്നു. കറങ്ങാൻ മാറിപ്പോയി. ഇത്ര നാക്കിന്റെ ഇടയ്ക്ക്, ഇത്രയും പല്ലിന്റെ ഇടയ്ക്ക് ഒരു നാക്കല്ലേ ഉള്ളൂ, ചെറിയൊരു വിരിവൊക്കെ വരും. ഇത് മുംബൈ നാസിക് റോഡാ. നാസിക് റോഡൊക്കെ വലുതായിട്ട് പണി ചെയ്തുകൊണ്ടിരിക്കുക, 8 ലൈൻ ആക്കിക്കൊണ്ടിരിക്കുക, പണി നടന്നുകൊണ്ടിരിക്കുക. കുറേയൊക്കെ പണി പൂർത്തിയായി. ഇവിടെ പൈപ്പ് ലൈൻ കണ്ടോ, വെള്ളം വരുന്ന ലൈനാണ്. നല്ല കോടമഞ്ഞ്. ഇതെല്ലാം വെയർ ഹൗസുകളാണ്, ഗോഡൗണുകളാണ് വലിയ. ഈ ഇവിടെ എല്ലാം കണ്ടെയ്നറുകളാണ് കൂടുതലും ലോഡാകുന്നത്. ലോഡ് ഇറക്കാനും കയറ്റാനും ഒക്കെ വന്നേക്കുന്നത്. ഈ സൈഡിലോട്ടൊക്കെ മലയാ. അവിടെ മലകളാ, അതുകൊണ്ടല്ലേ കോടമഞ്ഞ് ഇറങ്ങി നിൽക്കുന്നുണ്ടല്ലേ. ഞാനേ വണ്ടിയിലോട്ട് സാധനമൊക്കെ വെക്കാൻ വരുമ്പം ഞാൻ നോക്കുമ്പോ കരിവേപ്പിലൊക്കെ ഒരു കവറിൽ വെച്ചേക്കായിരുന്നു. ഇതല്ലേ ഇങ്ങനെ സീറ്റ് നിറച്ച് കിടക്കുക. അപ്പൊ ഞാനിങ്ങനെ ചേച്ച എന്ത് ഇത് ഇനി എടുത്തിട്ടിട്ട് തട്ടിയിട്ടിട്ട് പോയോ, പോകുന്ന നേരത്തെ എടുത്ത് വെക്കണ്ടത് എന്നും പറഞ്ഞോണ്ട് ഞാൻ നിക്ക. കുറച്ച് ഞാൻ നോക്കുമ്പോ സീറ്റൊക്കെ ഇങ്ങനെ കുറച്ച് ആ സൈഡിൽ ചെറുതായിട്ട് ഇങ്ങനെ പൊളിച്ച് മാന്തി വെച്ചേക്കുന്ന പോലെ. ഞാൻ നോക്കുമ്പോ ആ കവറിന്റെ കവറൊക്കെ മാന്തി വെച്ചേക്കാം. അപ്പൊ എനിക്ക് തോന്നി എലി കയറിയത്. അതെന്നെ എന്ന് കയറിയാന്നറിയോ, നമ്മള് വന്നേന്ന് രാത്രിയില്ലേ, ആ രാത്രിയിൽ ഞാൻ പറഞ്ഞില്ലേ വെളുപ്പിനെ അവിടുന്ന് കയറിയതാ എലി. പക്ഷെ ഇതിനകത്തെല്ലാം ഈ കിറകിറാന്ന് എന്തോ കടിക്കുന്ന സൗണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ അന്ന് കയറിയ ആളാണ് ഈ പണി ചെയ്തേക്കുന്നത്. പിടിക്കണം, ഇറങ്ങിപ്പോയോന്ന് അറിയത്തില്ല. അത് തീർത്ത് കുഞ്ഞെലിയായിരിക്കും, തീർത്ത്. അല്ലെങ്കിൽ കയറത്തില്ല, അതിനുള്ള ഇടയില്ല. ഭീവണ്ടി 7 കിലോമീറ്റർ, ബോറിവലി 41, നവി മുംബൈ 36, NH 848. അതേണ്ടേ ഗുഡ്സ് ട്രെയിൻ വരുന്നുണ്ടോ, എഞ്ചിൻ പുറയില്ല കണ്ടോ, തള്ളിക്കൊണ്ടാ വരുന്നേ. പിന്നെ എഞ്ചിൻ പുറയില്ല, കണ്ടോ പനു. ഇവിടെ എല്ലാം ഇനിയിപ്പോ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം വഴി തിരിച്ചും വിടുവല്ലേ. മഴയും കൂടെ മഴ ആയതുകൊണ്ടുകൂടാ ഇത്രയും ട്രാഫിക്. മഴക്കാലമായ പിന്നെ ലോറിപ്പണി ഇച്ചിരി കഷ്ടപ്പാടാ. വേറൊന്നുമല്ല, ലോഡ് ഇറക്കാൻ നേരവും കയറ്റാൻ നേരവും നനയാതെ പടുതായിട്ട് കെട്ടും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതിനല്ല കൊണ്ടുവന്ന് ലോഡ് നനയുക എങ്ങാനും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വാടകയും കിട്ടുകയില്ല. ദൂരമൊക്കെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ. സമയം കൂടുതൽ വേണം. 1 മണിക്കൂർ 10 കിലോമീറ്ററൊക്കെ ഓടുള്ളൂ. അത്രയും സമയം ഈ സമയമായതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സമയം തന്നെ 11 മണിയായി, 11 മണി കഴിഞ്ഞു. ഞങ്ങൾ ഇന്നലെ പോയിട്ട് 10 കിലോമീറ്റർ 3/4 മണിക്കൂർ അല്ല, നമ്മൾ അങ്ങോട്ട് പോയപ്പോഴും 1 മണിക്കൂർ എടുത്തു 10 കിലോമീറ്റർ ഓടാൻ. 35 കിലോമീറ്റർ 3.5 മണിക്കൂർ കൊണ്ടായിരുന്നു. അത് മാത്രം എന്നെ ഓർമ്മിപ്പിക്കരുത്. എനിക്ക് ഇത്രയും ദിവസം ലോറി ഇരുന്ന് യാത്ര വന്നിട്ട് എനിക്ക് ക്ഷീണമില്ലായിരുന്നു. ആ കാറ് ഇരുന്ന് 3.5 മണിക്കൂർ ഇരുന്നോ, ക്ഷീണം മടുത്തുപോയി. പിന്നെ അന്ന് അച്ഛൻ പോഷക സമൃദ്ധമായ ഉപ്പുമാവ് ഉണ്ടാക്കി തന്നോണ്ട് അടിപൊളി ഉപ്പുമാവല്ലേ. അതെ അതെ, ഒന്നും പറയണ്ട. അതേലാണ് പിടിച്ചു നിന്നേ. മുംബൈയിലേക്കുള്ള കുടിവെള്ളം പോകുന്ന പൈപ്പ് ലൈനാണ്. കണ്ടോ, ഈ വണ്ടികളൊക്കെ ലോഡ് ഇറക്കിയിട്ട് കിടക്കുന്ന വണ്ടികളാണ്, ലോഡ് കയറ്റിയിട്ട് കിടക്കുന്ന വണ്ടികളാണ്. ഇവിടുന്ന് അങ്ങോട്ട് നല്ല ട്രാഫിക് ആയിരിക്കും. ഇനി പോലീസുകാരൊക്കെ റെയിൻകോട്ടൊക്കെ ഇട്ട് മഴ നനഞ്ഞാ നിക്കുന്നത്. വേറെ ഒന്ന് ട്രാഫിക് തിരക്ക്, പിന്നെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ വേറെ വഴിയില്ല. അല്ല, ആള് നിൽക്കുകയും കൂടി ചെയ്തില്ലെങ്കിൽ അതിലെല്ലാം വണ്ടിക്കാർ കുത്തി കയറ്റി മൊത്തം ബ്ലോക്ക് ആക്കും. പുള്ളി വന്ന് ചോദിച്ചു കേട്ടോ,
ഇത്ര ലോങ് വണ്ടി ഓടിക്കാമെന്നൊക്കെ ചോദിച്ചു അത്. അപ്പം നമ്മൾ ഭീവണ്ടിയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പില്ല ഭീവണ്ടിയിലേക്ക് പോവാ. പക്ഷേ കനത്ത ട്രാഫിക് ബ്ലോക്കിൽ ഇങ്ങനെ പെട്ട് കിടക്കാൻ വേണ്ടിയിട്ട് കുറേ നേരമായി, 1 മണിക്കൂർ മുകളിലായി. വണ്ടി നീങ്ങുന്നേ ഇല്ല. അപ്പോൾ അതെ ഇവിടെ നിന്നാക്കിയാലും വണ്ടി ഓപ്പൺ ആക്കി വിട്ടിട്ടുണ്ട്. പോലീസുകാർ ബ്ലോക്ക് ചെയ്ത് വണ്ടികളുടെ ഇടുന്നതാണ് കുറേശ്ശെ. ഈ സൈഡിൽ കൂടെ പോട്ടെ ഇച്ചിരൂടെ. ഇതേ നോക്കിയാൽ എന്നാ വെള്ളം വന്ന് നോക്കി. ചിലപ്പോൾ ഈ വെള്ളം ഉള്ളതുകൊണ്ടായിരിക്കും ബ്ലോക്ക് വരുന്നത്. 2 സൈഡിലും വണ്ടിയാണ് നോക്കി. തൊട്ടില്ല. അതെ പോട്ടെ നേരെ പോട്ടെ. അവിടെ ഒരു ഓട്ടോറിക്ഷക്കാരൻ കിടക്കായിരുന്നു, അതിലെ ടിപ്പറുകാരൻ കയറി വന്ന് അങ്ങനെ നിൽക്കുക നോക്കി. കനത്ത ബ്ലോക്കാണ്, പുറകോട്ടും മുന്നോട്ടും എല്ലാം വണ്ടികൾ ഇതുപോലെ ഇറക്കുക. നമുക്ക് മുന്നേന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. പോലീസുകാർ ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുന്ന ലോറികളെല്ലാം ഇങ്ങനെ ഈ സൈഡിൽ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുക. കാറും ചെറുവണ്ടി സ്കൂട്ടറൊക്കെ ഈ വഴിക്ക് ഇവിടെ പോരുന്നുണ്ട്. ഒരാൾക്ക് പോകാനുള്ള ഇടയുള്ളൂ, അത്ര അടുത്ത വണ്ടികൾ നിൽക്കുന്നത്. 3 ലൈനിലാണ് ഇവിടെ വണ്ടികൾ നിൽക്കുന്നത്. ഇതേപോലെ അങ്ങ് മെയിൻ റോഡ് വരെ ഇങ്ങനെ വണ്ടികൾ കിടക്കുക. 2-2.5 മണിക്കൂറായി ഞങ്ങളിവിടെ വന്നിട്ട്. അല്ല പേപ്പറൊക്കെ വായിച്ചുകൊണ്ടിരിക്കുക അവർ. ഡോറിനെങ്ങും പോകുന്ന ലക്ഷണമില്ല അതുകൊണ്ട്. അപ്പം ഏക്കാലും വീണ്ടും ഇവിടുന്ന് കുറച്ച് വണ്ടികൾ തുറന്ന് വിട്ടിട്ടുണ്ട്. പോട്ടെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതേ അതിലെ കാറൊക്കെ വരുന്നുണ്ട്. ആ വണ്ടിക്കാരൻ ഇങ്ങോട്ട് നീക്കുമായിരിക്കും, നോക്കണം. എനിക്ക് അതിലെ എല്ലാം വണ്ടികൾ വരിക. ഇതിങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന വണ്ടികളാണ്. അവർ കൊണ്ട് ക്രോസ് വെച്ചുകൊണ്ട് നമ്മൾ വിട്ടുപോയി. പുറയിലും വണ്ടിയുണ്ട്, ചലിച്ച കയറ്റി വെച്ചോണം കേട്ടോ. പോട്ടെ ഇവിടുന്ന് നമുക്ക് റൈറ്റിലേക്ക് തിരിയണം. റൈറ്റിലോട്ടും ക്യൂ കേട്ടോ. അതന്നെ, അങ്ങോട്ടെല്ലാം ബ്ലോക്കാണ്. അതുകൊണ്ടല്ലേ ഇത്ര നേരം ഇവിടെ കിടക്കേണ്ടി വന്നേ. പിന്നെ ഇങ്ങോട്ടൊന്ന് നോക്കിയാൽ വണ്ടികൾ വരുന്നത് എന്തേരം വണ്ടിയാണ്. ഒരു അമ്മയും കുഞ്ഞും പൊക്കോട്ടെ, നിർത്തിക്കോളെ. ആരും വന്നാലും ഇവിടെ വണ്ടിക്കാരെ നിർത്തിക്കൊടുക്കല്ല, അത് വേറൊരു കാര്യം. ബോംബെ വണ്ടി ഓടിക്കണ അത് ഒരു പ്രത്യേക ഒരു വൈബ അല്ലേ. ഞാനിതുണ്ടല്ലോ പണ്ട് ചെറുതായിരുന്നു നമ്മൾ ആദ്യം വന്നില്ലേ, അന്ന് ആലോചിക്കുന്നത് ഇതുവഴി എങ്ങനെയാ ആൾക്കാർ വണ്ടിയും കൊണ്ട് പോകുന്നേന്ന്. ഇപ്പൊ അത് ഉത്തരം കിട്ടി. അതിനിടെ കണ്ടോ ഒരു ഓട്ടോ ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നേ. പുള്ളി ഇറങ്ങിപ്പോയി നോക്കുവോ ഇവിടുന്ന് ഇതുവഴി എടുത്തോണ്ട് പോകാൻ പറ്റുമെന്ന്. ഓട്ടോക്കാരൻ വഴി ഇറങ്ങി നടപ്പുണ്ട്. അതെ, ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ഉണ്ട്. പുള്ളി ഇങ്ങോട്ട് വന്നതായിരിക്കും. കണ്ടോ ആ ഓട്ടോയും പോയി, ബാക്കി മുന്നേ കിടന്ന വണ്ടിയും പോയി. അതൊക്കെ എങ്ങനെയും വലിയൊക്കെ പോവും. കാറുകാരും ഉണ്ട് സൈഡിലൊക്കെ. ഇനി വിട്ടോ, ഇനിയും വലിയ ഇത്രയും ബ്ലോക്ക് അപ്പുറത്തോട്ട് കാണുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ഇവിടെ നിർത്താൻ മൊത്തം തിരക്ക്. അപ്പോൾ ഇവിടുന്ന് ഒരു ഫൈൻ അടിച്ചിട്ട് വേണം നമുക്ക് അകത്തോട്ട് കയറിപ്പോകാൻ. നോ എൻട്രിയുടെ ഒരു 600 രൂപ ഫൈനുണ്ട്. അപ്പോൾ അവിടെ 600 രൂപ ഫൈനൊക്കെ അടച്ചു. ഇനി നേരെ നമുക്ക് കയറിപ്പോകാം. ഇങ്ങോട്ട് ചെറിയ തിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്നു. അങ്ങോട്ട് ചെല്ലുമ്പോൾ അറിയാം. ചെല്ലുമ്പോൾ അറിയാം. ഇവിടെ എല്ലാവേ ഒരുപാട് ഗോഡൗണുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് ലോഡ് ഇറക്കാനും ലോഡ് കയറ്റാനും ഒക്കെ വരുന്ന വണ്ടികളാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അതും വഴി മോശം. വഴി മഴയായി കഴിഞ്ഞാൽ ഇതാ അവസ്ഥ. വഴിയെല്ലാം ഭയങ്കര മോശമാണ്. പിന്നെ ഉണ്ടല്ലോ ഭീവണ്ടി വന്ന് കിടക്കണം ഇവിടുത്തെ കൊതുക്, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. കൊതുക് ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാതെ തന്നെ പോകാൻ പറ്റട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. കൊതുക് എക്സ്പീരിയൻസ് ചെയ്യാതെ കൊതുക് കടി ആവശ്യത്തിലേറെ കൊതുക് കടി അന്ന് സൊനോലി ബോർഡറിൽ പോയി കിട്ടി. അതെ ഇവിടുന്നും കൂടെ വേണമെന്നില്ല. അല്ല ഇവിടുത്തെ ഒന്നുമല്ല. ഇവിടുത്തെ ഭയങ്കര കൊതുക. ഇതൊക്കെ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് അല്ലേ അല്ലേ? വേറെ എവിടെ പോയാലും കിട്ടാത്ത എക്സ്പീരിയൻസ്. അതെ ഇത് ബോംബെയിൽ മാത്രം. നമ്മളെ അധോലോകത്തിൽ നിന്ന് ലോഡ് കയറ്റാൻ പോവാ. അതെ ഇനി വൈകിട്ട് നമ്മൾ ലോഡ് കയറ്റുന്നിടത്ത് ചെന്നിട്ട് തിരിച്ചിറങ്ങി പോരുമ്പോഴും ഉണ്ടല്ലോ ഇതേപോലെ തിരക്കായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ വേസ്റ്റ് കിടക്കുന്നുണ്ടോ? ബൈക്കിന് പറഞ്ഞിരിക്കുന്ന കൊച്ചു കണ്ടോ? ദാമിയുടെ അത്രേ ഉള്ളൂ. ചാക്കും പിടിച്ചിരിക്കുന്നു. എല്ലാം വെള്ളക്കെട്ടുകളാണ്. ഒരു ബൈക്കുകാരന് അയ്യോ കൊച്ചു ഒന്നും പറ്റിയില്ല. ആ കൊച്ചിന്റെ കാല അതിനിടയ്ക്ക് പോയി കേട്ടോ. ഇല്ല കുഴപ്പമില്ല. അയ്യോ അത് കിടന്ന് കാലയിന്ന്. അയ്യോ കുഴപ്പമില്ല കൊച്ചിനെ എടുത്തു. അതിനെന്തറിയോ കാല ടയറിന്റെ ഇടയ്ക്കെങ്ങാണ്ട് ചെറുതായിട്ട് പോയാ കാലയിലോട്ടെങ്ങാണ്ട് വീണ വണ്ടി. അതാ
കാലെന്നിട്ട് അതിൻ്റെ ടയറിനിടയിൽ ഉടക്കി. ഇവിടൊക്കെ നല്ല മഴ പെയ്ത് വെള്ളം പൊങ്ങിക്കഴിഞ്ഞാൽ ചില ഗോഡൗണുകളൊക്കെ വെള്ളത്തിൽ മുങ്ങും. അതുകൊണ്ട് മിക്കവാറും മഴ പെയ്യുന്ന സമയത്തൊക്കെ ഗോഡൗണിലെ ലോഡുകളൊക്കെ പെട്ടെന്ന് കയറ്റി വിടും. ഇല്ലെങ്കിൽ വെള്ളം പൊങ്ങിക്കഴിഞ്ഞാലേ പ്രശ്നമാണ്. അതെല്ലാം വെള്ളമാ. ഇവിടെ നല്ലവേ ഇവിടെ എല്ലാം ഒരു പോലീസുകാർ ചോദിക്കുന്നുണ്ട് പൗത്തി എടുത്തിട്ടാണോ വരുന്നത്, പൗത്തി ഉണ്ടോയെന്ന്. പൗത്തി കാണിക്കണം. എന്താണേലും മഹാരാഷ്ട്ര പോലീസൊക്കെ പണ്ടത്തേലും ഒക്കെ ഒത്തിരി മാറി കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഒത്തിരി ഭേദമുണ്ട്. നല്ല ഇടപെടിയില്. പണ്ട് ഇങ്ങനൊന്നും അല്ല. ഇവിടുന്ന് ലെഫ്റ്റാണ് നമുക്കേ. ലെഫ്റ്റ് ഓടിച്ചോ, ഫുള്ളോടിച്ചോ. പോട്ടെ. ഇത് മെട്രോ ട്രെയിനാണെന്ന് തോന്നുന്നു. ഞാൻ ഇങ്ങോട്ടൊക്കെ ഇതൊന്നും ആയിക്കഴിഞ്ഞതിന് ശേഷം വന്നിട്ടേ ഇല്ല കേട്ടോ. ഇതന്നെ അങ്ങോട്ടുള്ള വണ്ടികളാണ് ഇവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയേക്കുക. ഞാൻ അവിടെ നിന്നുള്ള കുറേ വണ്ടികൾ പോയതിന് ശേഷം ഈ വണ്ടികൾ വിടുകയുള്ളൂ. നമ്മള് വണ്ടി തൂക്കണ്ടേ? അതിന് ചൂലെടുത്തോ? അതല്ല വെയിറ്റ്. ഇത് വണ്ടി തൂക്കണ്ട. എന്നാന്നറിയോ, പാർസലല്ലേ കയറ്റുന്നത്. അപ്പോൾ അത് അധികം ലൈറ്റ് വെയിറ്റ് ആയിരിക്കും കൂടുതലും. ലൈറ്റിലോടാ ഒരു 10-15 ടണ്ണേ വെയിറ്റ് കാണുള്ളൂ. ക്ലച്ച് താങ്ങി അല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ കിളി അവിടെ ചെല്ലുമ്പം കുഴമ്പിട്ട് കാല് തിരുമ്മി തരും അല്ലേ? കാല് തിരുമ്മി തരും. ഇതിവിടെ കെട്ടിക്കിടക്കുക. ഇതുകൊണ്ടോ ഒഴുകിപ്പോകാൻ യാതൊരു നിവൃത്തിയില്ല. പൂർണ്ണ മെട്രോ സ്റ്റേഷനാണ്. അപ്പം നമ്മൾ പൂർണ്ണ എത്തി. പൂർണ്ണ ഇതിനടുത്ത് തന്നെ നമുക്ക് ലോഡ് കയറണ്ടായി. ഗ്രാമപഞ്ചായത്ത് പൂർണ്ണ. ആ സൈഡ് ബ്ലോക്ക് ആയതുകൊണ്ട് വണ്ടികൾ ഇതിലേ കയറി വരുന്നുണ്ട്. ഇവിടെ പോലീസുകാരില്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റേണ്ട ഗോഡൗണിന് അടുത്തെത്തി. അപ്പം വണ്ടി അവിടോട്ട് കൊണ്ടിടാൻ ഇടയില്ലാത്തതുകൊണ്ട് വണ്ടി ഇങ്ങോട്ട് കയറ്റി പാർക്ക് ചെയ്യുക. ഇവിടെ കുറേ വണ്ടി കിടപ്പുണ്ട്, ഇങ്ങോട്ട് കയറ്റിയിടുക. നമ്മുടെ ആൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാലി. ലോഡ് കയറ്റാൻ നമ്മുടെ ഓഫീസിൽ നിന്ന് വന്നേക്കുന്ന ആളാണ്. അപ്പം ഇങ്ങോട്ട് കയറ്റി ഒതുക്കിയിട്ടു. ഇനി അവിടെ ഫ്രീ ആകുന്നതനുസരിച്ച് വേണം ഗോഡൗണിൻ്റെ അങ്ങോട്ട് വണ്ടി എടുത്തിടാൻ. അതെ, കുറച്ച് സാധനം ഇവിടുന്ന് കയറണം. എന്നാ ഇതുണ്ടോ, ചെറിയ ഏസേ വന്ന ലോഡാ. ഏസ് അങ്ങോട്ട് പോകത്തില്ല, വെള്ളം കാരണം. 3-4 അടി വെള്ളമുണ്ട്, അതുകൊണ്ട് ഏസ് ഗോഡൗണിലേക്ക് പോകില്ല. അപ്പോൾ ഇവിടുന്ന് അത് കയറ്റിയിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാൻ. ഇപ്പോൾ ഒരു പ്ലാസ്റ്റിക് എടുത്ത് പ്ലാറ്റ്ഫോമിലിടാം. അതും വെള്ളമാണ്. ടവലൊക്കെ പെറുക്കി കൊടുത്തേ. പടുത തുടയ്ക്കാൻ വെള്ളമല്ലേ, അത് തുടയ്ക്കാൻ വേണ്ടി. കണ്ടോ ഉത്തരവാദിത്തമുള്ള കിളി കണ്ടോ വണ്ടി കൊണ്ടോ പറഞ്ഞേ. ഉത്തരവാദിത്തമുള്ള ആളാ. കറക്റ്റ് കല്ലൊക്കെ പെറുക്കുന്നുണ്ട്. നല്ലോണം വരി, അത് നല്ല ടൈറ്റ് ആണ്. കല്ലിന്റെ കൂടെ പോരാണല്ലോ. ഇങ്ങോട്ട് ഞാൻ കാണിക്കാം. അതെ. അപ്പോൾ അത് നമ്മളെ ലോഡ് കയറ്റാൻ തുടങ്ങി. ചെറിയ ചാറ്റമഴയുണ്ട്. മെയിൻ ഡ്രൈവർക്ക് വശം റെസ്റ്റ് കൊടുത്തു. ക്ലച്ചൊക്കെ താങ്ങി ഇവിടെ വരെ വന്നതല്ലേ. അതെ, ട്രാഫിക്കിൽ കൂടെ വന്നതല്ലേ ഇവിടെ വരെ. എത്ര മണിക്കൂർ എടുത്തു? ഏകദേശം 2-2.5 മണിക്കൂറായി. 2:30 നമ്മൾ 11 മണിക്ക് അവിടെ വന്നിട്ട് ഇപ്പൊ സമയം നോക്കി വാച്ചില്ല. നോക്കട്ടെ, സമയം 2-3 മണിയായി. 3 മണിയായി? പിന്നെ 2:58 3 മണിയായി. അപ്പൊ 3-4 മണിക്കൂർ, ഏകദേശം ഒരു 12 കിലോമീറ്ററോളം 4 മണിക്കൂർ എടുത്തു കിടന്നു. ഓക്കെ, നമ്മുടെ ഫാമിലി മെമ്പറാ. പുനവണ്ടി മഴ ആയി കഴിഞ്ഞാലേ ബോംബെയിൽ ഇങ്ങനെ ചെളിയും ട്രാഫിക്കും എന്ന് വേണ്ട. മഴ അല്ലെങ്കിലും ഉണ്ട് കേട്ടോ, ഈ തിരക്കൊക്കെ അല്ലെങ്കിലും ഉണ്ട്. മെട്രോ ചാലുവായിട്ടില്ല. മെട്രോയുടെ പണിയെല്ലാം ഏകദേശം പൂർത്തിയായി കിടക്കുക. ഇനി അതിനകത്ത് കുറച്ച് ഇലക്ട്രിക്കൽ വർക്ക് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മെട്രോ ചാലുവായി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ട്രാഫിക് കുറയായിരിക്കും. എന്നാൽ ഈ ഓട്ടോറിക്ഷയും കാറിൻ്റെ ഒക്കെ കുറച്ച് എണ്ണം കുറയും വരുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള കഴിഞ്ഞു. ഇനി നമുക്ക് ഗോഡൗണിലേക്ക് കൊണ്ടിടണം. ഒരു വണ്ടി ഉണ്ടല്ലോ ഇവിടുന്ന്? അത്രേ ഉള്ളൂ. ആ വണ്ടിയെ കൊണ്ടുവന്ന സാധനമേ ഉള്ളൂ. മെയിൻ ഡ്രൈവർക്ക് വിശന്നുകൊണ്ട് ടീ റസ്ക് ഒക്കെ എടുത്ത് കഴിക്കാം. അപ്പം ഇനി നമുക്ക് ഗോഡൗണിലേക്ക് പോകാം. ഗോഡൗണിലേക്ക് പോകണമെങ്കിൽ ഇതുണ്ടോ, കാര്യം തൊട്ടപ്പുറം തന്നെയാണ്, പക്ഷേ ഭയങ്കര ട്രാഫിക്കാണ്. അങ്ങോട്ടെല്ലാം ഭയങ്കര ജാമാണ്. നമുക്കിനി ഇവിടുന്ന് ഫുള്ള് ലെഫ്റ്റാണ് പോകണ്ട കേട്ടോ, നമ്മുടെ കോമ്പൗണ്ടിലേക്ക് കയറണം. അതുകൊണ്ടോ അതുപോലുള്ള ബണ്ടലുകളായിരിക്കും നമുക്ക് കയറ്റേണ്ടത്. അതുകൊണ്ടോ ആ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നുണ്ടോ ഓരോ സ്ഥലത്തേക്കും. കണ്ണൂരും തിരുവനന്തപുരവും കോഴിക്കോടും അങ്ങനെ എറണാകുളവും പല സ്ഥലത്തോട്ടുള്ളതാണ്. നമുക്കത് ആ വണ്ടി കയറി പോകുന്നിടത്തോടെ നമുക്ക് കയറി പോകണ്ടേ. നമുക്ക് തിരിച്ചു പോകുന്ന ഇതിലെ നേരെ അങ്ങ് പോയിട്ട് വേണമെങ്കിലും പോകാം. ട്രാഫിക്കിൽ തന്നെ ഇന്നത്തെ ഒരു ദിവസം നമ്മുടെ പോയി. ഇന്ന് സമയം ഇപ്പം എത്രയും 3:30 ആയി. എപ്പോൾ ഇനി ലോഡ് കയറ്റി കിട്ടുമോ?
ഓട് കയറ്റാൻ തുടങ്ങിയാൽ പെട്ടെന്നാവും. ഒരു ഗോഡൗണിൽ നിന്ന് തന്നെയല്ലേ, അതുകൊണ്ട് പെട്ടെന്നാവും. അയ്യോ, അങ്ങനെയൊക്കെ ആയാലും ഇവിടെ തിരിഞ്ഞ് കിട്ടി. പോട്ടെ 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 പോട്ടെ. ഓ, ഇതിനകത്തും ഇതുപോലെ വണ്ടികളാണ് നോക്കി. ഒരു 3 വർഷം മുന്നേ ഒന്ന് ബോംബയ്ക്ക് വന്നായിരുന്നു. അന്നത്തെ മെമ്മറി മറന്നു പോയതുകൊണ്ട് ഇനി ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തവണ ഒന്നുകൂടെ. അതെ അതെ, അത് കറക്റ്റ്. നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല നല്ല ഒരിക്കലും മറക്കത്തില്ലാത്ത ഓർമ്മകൾക്കുള്ള മെമ്മറികൾക്കുള്ള ഒരു സാഹചര്യം ഒരുങ്ങി അല്ലേ? അല്ല പൊന്നു, പൊന്നു മറക്കുവോ? ഇല്ല, അന്ന് ഇതെല്ലാം ചെറിയ വഴിയായിരുന്നു. അന്ന് ഇതിലും ചെറിയ വഴിയായിരുന്നു, ഇടുങ്ങിയതായിരുന്നു. നമ്മൾ ഒരിടത്ത് പോയി അൺലോഡ് ചെയ്തത്. അത് എവിടെയായിരുന്നു? ഞാൻ ഓർക്കുന്നില്ല സ്ഥലപ്പേര്, ഞാൻ ഓർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ അതുവഴി ചുമ്മാ നടക്കാനൊക്കെ പോയായിരുന്നു. അന്നും ചെറിയ മഴ ഉണ്ടായിരുന്നു, ഇത്രയും മഴയില്ലായിരുന്നു, വെള്ളപ്പൊക്കം ഒന്നും ഇല്ലായിരുന്നു. അത് ഭയങ്കര ആളും തിരക്കുമുള്ള. അത് മസ്ജിദ് ബന്ദറാ. 66 കൊണ്ടല്ല വന്നേ. അല്ല, 87 കൊണ്ടായിരുന്നു. അത് മസ്ജിദ് ബന്ദറായിരുന്നു. അത് ഇത്രയും പാടില്ല, ഇത്രയും ട്രാഫിക് ഇല്ല. ഉണ്ട്, ട്രാഫിക് ഉണ്ട്, തിരക്കുണ്ട്. പക്ഷെ നമ്മള് അൺലോഡ് ചെയ്തിടം ഭയങ്കര ഇടുങ്ങിയ സ്ഥലമായിരുന്നു. 2 വണ്ടി ഭയങ്കര ചേർന്ന് പോകുന്നിടം അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ തിരക്ക് കൂടുതല. ഇതുപോലെ ബ്ലോക്ക് ഇല്ലായിരുന്നു. ഇത്രയും ബ്ലോക്ക് ഇവിടെ എപ്പോഴും ബ്ലോക്ക് ആണ്. പിന്നെ മഴയും കൂടെ ആയതുകൊണ്ട് ഇച്ചിരി കൂടുതലുണ്ട്, അത്രേ ഉള്ളൂ. ഓ, ഇവിടെ ഭയങ്കര വെള്ളമാണ്ടേ. നമുക്ക് അതിലേ പോയി വേണം, ആ ഗോഡൗണിൽ നിന്ന് വേണം ലോഡ് കയറാൻ അപ്പുറത്തുനിന്ന്. നമ്മളിങ്ങനെ ലൈനിൽ കിടക്കുക. അപ്പം നമ്മൾ നദിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? കൊള്ളാവോ, ഇതല്ലേ 3 അടി വെള്ളം ഉണ്ടെന്ന്. കണ്ടോ? അപ്പറേ മുന്നോട്ട് ചെല്ലുമ്പോൾ ഇട സൈഡിലാണ് നമ്മുടെ ഗോഡൗണേ. ഇതിപ്പോൾ വണ്ടിയിൽ വെള്ളിലോട്ട് ഇറങ്ങാൻ പറ്റുമല്ലോ, നോക്കി. ഇല്ല, ഇത് ഏതോ ഇട സൈഡ്. അങ്ങോട്ട് പോട്ടെ. ആ തമിഴ്നാട് വണ്ടി കിടക്കുന്നത് എൻ്റെ ബാക്ക് സൈഡ്, അവിടെ എവിടെയെങ്കിലും ആയിരിക്കും. നോക്കി, ഇതിന്റെ അകത്ത് കുഴിയുണ്ട് കേട്ടോ. നോക്കിയാ പിക്കപ്പൊക്കെ നിൽക്കുന്നുണ്ട്. ഇവിടെ ലെഫ്റ്റ് മറ്റേ വണ്ടികൾ കയറി പോട്ടെ. ലെഫ്റ്റ് നമ്മൾ അല്ലെങ്കിൽ ഇവനവിടെ നിർത്തിയിട്ടേക്കണം. ഈ വണ്ടി നിന്ന് കിടക്കണോ? അല്ല, എന്നാൽ അപ്പുറത്തൂടെ പോട്ടെ. പോട്ടെ 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 പോട്ടെ. ഇവിടെ ലെഫ്റ്റ് ഒതുക്കിക്കോളേ. ഇവിടെ നിന്ന് നമുക്ക് ലോഡ് കയറണ്ട. ഈ വണ്ടിയുടെ പുറകെ നിർത്തിക്കും. ഇതേ ഈ വണ്ടി കിടക്കുന്നിടത്ത് നിന്നാണ് കയറേണ്ടത്. ഇവിടെ നിർത്ത്. മറ്റേ ലെഫ്റ്റ് ചേർത്തോളേ. ഇതെങ്ങനെ വെളിയിൽ ഇറങ്ങാൻ പറ്റിയല്ലേ? ഇടത്തോട്ട് നല്ല വെള്ളമായിരിക്കും, ശുദ്ധമായ ജലമാണ്. വണ്ടികളൊക്കെ ബോട്ട് പോകുന്ന പോലെ ലോറി ആയതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ഇത് കൊള്ളാല്ലേ? വെള്ളം കൂടിയാലും പ്രശ്നമാണ്. വെള്ളം കൂടിയാലും പ്രശ്നം. പക്ഷെ ഇതിന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആവുകൊണ്ട് രസമുണ്ട് കാണാൻ. ആദ്യമായിട്ട് കാണുന്നുണ്ട്, രസമുണ്ട്. പക്ഷെ ഇറങ്ങി നടപ്പൊന്നും അത്ര രസമില്ല. അതൊക്കെ മുന്നോട്ട് എടുത്തിട്ട് ഈ വണ്ടിയുടെ മുന്നിലോട്ട് ചേർത്ത് പിടിക്കണം, ലോഡ് കയറ്റാനായിട്ട്. പോട്ടെ 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 പോട്ടെ. ഇതുണ്ടോ ഇവിടെ? എവിടെയാ? കേരള റോഡ്വേസ്. ഇതുണ്ടോ വെള്ളത്തിൽ? ഇവിടെ ഈ ഇതിലേക്ക് പിടിക്കണം. ഇവിടെ മുന്നോട്ട് നേരെ പോട്ടെ. നേരെ പോയിട്ട് ഇങ്ങോട്ട് ഈ വണ്ടിയുടെ മുന്നേ പിടിക്കണം. ഇച്ചിരി മുന്നോട്ട് പോട്ടെ, ഇച്ചിരി പോട്ടെ, ഇച്ചിരി പോയിട്ട് ബാക്ക് ലെഫ്റ്റ് ചേർന്ന് പോരണേ. മതിയായിരിക്കും. പോട്ടെ പോട്ടെ പോട്ടെ. ലെഫ്റ്റിലേക്ക് പോട്ടെ. ലെഫ്റ്റ് ഫുൾ ലെഫ്റ്റ്. പോട്ടെ 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 പോട്ടെ. ഒരു ചെറുതായിട്ട് തിരിച്ചു പിടിച്ചേ. കാര്യം ഇത്രയും നാൾ ഞാൻ ബോംബെക്ക് വന്നിട്ടുണ്ടല്ലോ, ഇത്രയും വെള്ളപ്പൊക്കത്തിൽ വന്ന് ലോഡ് കയറ്റുന്ന ആദ്യം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ? ഇവിടെ നമ്മുടെ വണ്ടി ഇതുപോലെ വെള്ളം പൊങ്ങിയ സമയത്തൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ വന്ന സമയത്ത് ഉണ്ടാകുന്ന ഇപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ. വലത്തേക്ക് ഫുള്ള് പിടി. കുറച്ചേ വരുള്ളേ. പതുക്കെ പറ്റ. മതി 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 മതി. വണ്ടി അപ്പുറത്തോട്ട് മാറ്റി ഇടണം. അപ്പുറത്തെ ഗോഡൗണിൽ നിന്നാണ് കയറ്റുന്നത്. അപ്പോൾ നമുക്ക് വണ്ടി തിരിക്കണം. നേരെ പോട്ടെ, നേരെ പുറകോട്ട് പോട്ടെ. പോട്ടെ 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 പോട്ടെ. നേരെ പോട്ടെ, നേരെ പോട്ടെ 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 പൊക്കട്ടെ പൊക്കട്ടെ പോട്ടെ 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 പോട്ടെ. എന്ത് വണ്ടികളാണ് ഈ വെള്ളത്തിനകത്തൂടെ വരുന്നത്? വേണ്ട, സൈലൻസറിനകത്തൊക്കെ വെള്ളം കയറുന്നു. അതിലെ വെള്ളം ഇങ്ങനെ തെറിക്കുന്നുണ്ട്. അതിലെ കയറിയിട്ട് സൈലൻസറിനകത്തേക്ക് കയറിയിട്ട് പൈപ്പിൽ. ഇങ്ങോട്ട് പോട്ടെ 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 പോട്ടെ. മുന്നോട്ട് പോട്ടെ. ലെഫ്റ്റ് പിടിച്ചോ. ലെഫ്റ്റ്.
അവിടെ ഇച്ചിരി കുഴിയാ, അവിടെ നല്ലപോലെ വെള്ളമുണ്ട്. വരട്ടെ 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 വരട്ടെ. ആ സൈഡ് നോക്കി പോരെ. വരട്ടെ 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 നേരെ നേരെ പോട്ടെ 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 പോട്ടെ. നേരെ വയ്ക്കുക നേരെ വയ്ക്കുക നേരെ വയ്ക്കുക. ലെഫ്റ്റ് 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 ഫുൾ ലെഫ്റ്റ് പോട്ടെ. ഇതുണ്ടോ നമ്മുടെ സൈലൻസർ ഉണ്ടോ? സൈലൻസർ വെള്ളത്തിനകത്താ. പോട്ടെ 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 പൊക്കോട്ടെ പൊക്കോട്ടെ. ലെഫ്റ്റ് പിടിച്ചോ. ആ കുഴപ്പമില്ല. പോട്ടെ 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 പോട്ടെ. ആ ഇച്ചിരൂടെ. ആ മതി 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 മതി. അതെന്നാന്നോ സൈലൻസർ വെള്ളത്തിനകത്താ, അടിയില. അയ്യോ കുഴപ്പമില്ല. നോ പ്രോബ്ലം. നോ പ്രോബ്ലം. ഓഫ് ചെയ്യണ്ട. അല്ല ഓഫ് ചെയ്താലും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചില്ല സൈലൻസർ വരെ ഒന്നും വെള്ളം എത്തും. ഞാൻ പകുതി വെള്ളമുണ്ടാവും. എന്നാണേലും കറക്റ്റ് സമയത്താ തിരിച്ച്. അവിടെ ഫുള്ള് ബ്ലോക്കാ സൈഡ്. തിരിച്ചിട്ടോണ്ട് ഇനിയിപ്പോ ഇവര് ലോഡ് കയറ്റിക്കോളൂ ആക്കിയാലും. ആ അത് എന്തോ ഞാൻ തിരിക്കാൻ തുടങ്ങിയ സമയത്താ ബ്ലോക്ക് വന്നത്. അപ്പൊ തന്നെ വെച്ചിട്ട് എടുത്താ നന്നായി. ഇതിനകത്തൂടെ വണ്ടി പോകുന്ന പോക്ക് എന്നാ സ്പീഡിലാണ് അവർ വരുന്നതെന്ന്. വണ്ടി ഓഫായി പോകാതിരിക്കാൻ വേണ്ടി റേസ് ചെയ്ത് പിടിച്ചേക്കില്ല വണ്ടി. അപ്പോൾ ഇത് കോഴിക്കോടിനുള്ള ലോഡാണ്. ഇത് കണ്ണൂർ വണ്ടിയാണ്, കണ്ണൂർ. അപ്പോൾ അവിടുന്ന് കയറ്റിയ സാധനം ഇവിടെ ഗോഡൗണിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നമുക്കുള്ളതല്ല, അത് ഇവിടെ തിരിച്ചിറക്കി വെക്കുക. എന്നുവെച്ചാൽ ആ ചെറുവണ്ടി ആയിരുന്നുകൊണ്ട് ആ വണ്ടി ഇങ്ങോട്ട് വരത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ വണ്ടിയെ കയറ്റിക്കൊണ്ട് വന്നത്. ഇത് വലുതായിട്ട് കയറ് കെട്ടണമെങ്കിൽ വെള്ളത്തിൽ നിന്ന് വേണം കയറ് കെട്ടാൻ. ഭാഗ്യത്തിന് ഇപ്പം ചെറിയൊരു തോർച്ചയുണ്ട്. മഴ കുറച്ച് നേരമായിട്ട് നിന്ന് വയ്ക്കുക. ആ സമയം കൊണ്ട് നമ്മൾ പെട്ടെന്ന് ലോഡ് കയറ്റി കിട്ടിയാൽ രക്ഷപ്പെട്ടു. എനിക്ക് ഈ പിക്കപ്പുകാർ ഭയങ്കര സ്പീഡിൽ വരുന്നതുകൊണ്ട് ആ പുള്ളിയെ കുളിപ്പിച്ചു. കണ്ടില്ലേ എന്നാ സ്പീഡിലാണ് പോകുന്നത് നോക്കി. നല്ല സ്പീഡ് തെറിപ്പിച്ചു. ആള് നിൽക്കുന്ന കണ്ടിട്ട് പോലും പതുക്കെ പോകുന്നില്ല. ആ വണ്ടി നിന്ന് പോയാ സ്റ്റാർട്ടാവാതെ, അതായത് പിക്കപ്പിന് വലിച്ചോണ്ട് പോവാ. വെള്ളം കയറി വല്ലതും നിന്ന് പോയതായിരിക്കാം. ഇപ്പോൾ നമ്മുടെ വണ്ടി ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഗോഡൗണിലിരിക്കുന്ന ഇതെല്ലാം നമുക്ക് കയറ്റാനുള്ള സാധനങ്ങളാണ്. എല്ലാം ആയിരിക്കില്ല, ഓരോന്നും ഓരോ സ്ഥലത്തേക്കുള്ള. അപ്പോൾ നമ്മുടെ മെയിൻ ഡ്രൈവറെ ഒന്ന് വെളിയിലേക്ക് കൊണ്ടുവരിക. ഇച്ചോട്ട് ഇപ്പുറത്തോട്ട് നീങ്ങിയിട്ട് തന്നരുത്. കാണാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ വന്ന് നിന്നപ്പോൾ ഒരു ലിഫ്റ്റ് ചോദിച്ചു. ഒരു ടെമ്പോക്കാരൻ ക്യാബിനിലെടുത്ത് ഇവിടെ ഫ്രണ്ടിൽ കൊണ്ടിറക്കി. പക്ഷെ ഇത്രയും വെള്ളം ഉണ്ടെന്ന് അറിഞ്ഞില്ല. എന്തായാലും കണ്ടതിൽ സന്തോഷം. വെള്ളത്തിലാണെങ്കിൽ കുഴപ്പമില്ല. അച്ഛനെ പിന്നെ പണ്ട് നേരത്തെയും കണ്ടിട്ടുണ്ട്, അമ്മയും കണ്ടിട്ടുണ്ട്, ആകാശിനെ കണ്ടിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് അല്ല കാണാൻ ഞാൻ കാണുന്നത് എന്നും കാണുന്നുണ്ട് എല്ലാവരും. നിങ്ങൾ തന്നെ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ എന്നും ഡെയിലി കാണാറുണ്ട്. വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അത് തന്നെ പണി. ഫസ്റ്റ് ഇതാണ് വീഡിയോ ഉണ്ടോയെന്ന് നോക്കുക സബ്സ്ക്രിപ്ഷനിൽ. അന്ന് വീഡിയോ ഉണ്ടെങ്കിൽ അത് കാണുക. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടിയുള്ളൂ. വന്ന ഉടനെ ചായ കുടിക്കുന്നത് വീഡിയോ കണ്ടുകൊണ്ടാണ് ചായ കുടിക്കാറ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയതിനു ശേഷം പിന്നെ ബാക്കിയുള്ള പരിപാടി. നീ എങ്ങനെ തിരിച്ചോ? ഇനിയിപ്പോൾ അവിടുന്ന് വന്ന പോലെ എങ്ങനെയെങ്കിലും പോവാം. നിങ്ങൾ പോണവരെ നിൽക്കാനുള്ള സമയം 11-12 മണിയാവും. ഞങ്ങള് രാത്രിയാവും. ഒരുപാട് സമയമാവും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. വന്നതിൽ സന്തോഷം. വണ്ടി തിരിച്ചിട്ട് നല്ലൊരു തീരുമാനമായിരുന്നു. അതെ, ഇതുവരെ മൊത്തം ബ്ലോക്കായി നിൽക്കുക. മൊത്തം ബ്ലോക്കായിട്ട് നിൽക്കുക. അത് തന്നെയല്ലേ, ഇനിയിപ്പോൾ നമുക്ക് ഇറങ്ങി പോകാനും എളുപ്പമുണ്ട്. നേരെ അങ്ങ് പോയാൽ ഇത്ര നേരം ആക്കിയാലും മഴയില്ലായിരുന്നു. ചെറുതായിട്ട് മഴ ചാറുന്നുണ്ട്. അതുകൊണ്ട് അടച്ചിട്ട് ലോഡൊക്കെ മൂടിയിട്ടേക്കോ. ഇനിയിപ്പോൾ മഴയും തുള്ളുന്ന കുറഞ്ഞിട്ടാണ് അടുത്ത കയറ്റാൻ. ഇതെന്നാ പറ്റി? ആ വണ്ടി നിന്ന് പോയി. എന്നാ പറ്റിയാന്ന് അറിയത്തില്ല. ഇനി സെൽഫില്ലാതെ നിന്നാണോന്ന് അറിയത്തില്ല. അയ്യോ, അത് പണിയായല്ലോ. ആ വണ്ടി വെച്ച് തള്ളി നീക്കാൻ വേണ്ട. പക്ഷെ ആ കമ്പനി പറയുന്ന വില ഒന്നുമില്ല, അത് ഒടിഞ്ഞു പോകും. ആ നീങ്ങുന്നുണ്ട് കേട്ടോ. ശകലം നീങ്ങി. സെൽഫില്ലാഞ്ഞിട്ടാണോ അതോ വണ്ടി ഓഫായി പോയാണോ എന്നറിയത്തില്ല.
ആ ഇതിന്റെ എയർ ഫിൽറ്റർ താഴെ ഇരിക്കുന്നത് അതുകൊണ്ടോ ആ എയർ ഫിൽറ്റർ അതെ ഊരി വെച്ചേക്കുക അപ്പൊ അതിനകത്ത് വെള്ളം കയറിയിട്ട് അങ്ങോട്ട് നിന്ന് പോയത് അയ്യോ അതുകൊണ്ടോ ആ എയർ ഫിൽറ്റർ താഴെയാ അതാ പ്രശ്നം. ഇങ്ങോട്ടെ ഒരുപാട് ഗോഡൌണുകൾ ഉണ്ട് അങ്ങോട്ട്. ആ നമ്മൾ ഏകദേശം സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് ആ തുടക്കത്തില്ല അധികം ദൂരം ഇല്ല. ഈ മഹാരാഷ്ട്ര വണ്ടി കാണാൻ നല്ല രസമുണ്ട് ആ കളറും ഡിസൈനും എല്ലാം. ബോഡി മൊത്തം തടിയാ ഇത്. ആ തടിയുണ്ടല്ലോ ബോഡി അതിനകത്തുണ്ടല്ലോ അതുകൊണ്ട് അധികം ചൂടില്ല. ആ പക്ഷെ ഇതുണ്ട് ഇതെല്ലാം ഐഷറ പക്ഷെ ഇതിന്റെയൊക്കെ എയർ ഫിൽറ്റർ അവിടെ തന്നെയാണ് താനും. പക്ഷെ ഇതിന്റെ എയർ ഫിൽറ്റർ ഇല്ലായിരുന്നോ അതോ പുള്ളി ഊരി എടുത്താണോ ഐഡിയ ഇല്ല അത് കണ്ടില്ല എന്നാ പറ്റിയാന്ന്. അത് ഊരി അങ്ങോട്ട് വെച്ചിരിക്കുകയായിരുന്നു തോന്നുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ ഊരിതാണോന്ന് അറിയത്തില്ല. അതിനകത്ത് തന്നെയാണല്ലോ വെള്ളമകത്ത് കയറി. ആ വണ്ടി വെച്ച് തള്ളുക. ആ തള്ളുന്നുണ്ട് പക്ഷെ സ്റ്റാർട്ടായില്ലെന്ന്. അല്ലല്ല ഈ വണ്ടിയുടെ സൗണ്ട് ആയിരുന്നു സോറി പെട്ടെന്ന് വിചാരിച്ചാ സ്റ്റാർട്ടായി. വീണ്ടും ഒന്നുകൂടെ തള്ളുക. ലോൺ അടിച്ച് പിടിച്ചാല് പുള്ളിക്ക് അടിക്കാൻ അറിയത്തില്ല അതുകൊണ്ടോ നടക്കുന്നില്ല. വീല് കറങ്ങാനുള്ള ഒരു സമയം പുള്ളി കൊടുക്കുന്നില്ല. ഇതേ സംഭവം എന്താണെന്ന് വെച്ചാൽ പുള്ളി അതിന്റെ എയർ ഫിൽറ്റർ അഴിച്ചു വെച്ചേച്ച് വന്നതാ. ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ? അതായത് മേശരി പറഞ്ഞു എയർ ഫിൽറ്റർ അഴിച്ചു വെക്കണം. അതിനകത്തൂടെ മിക്കവാറും എഞ്ചിനകത്ത് വെള്ളം കയറിയിട്ടുണ്ടാവും. അതാ വണ്ടി സ്റ്റാർട്ട് ആവാതെ തന്നെ ഓടി വന്നപ്പോൾ നിന്ന് പോയതാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ വേറെ വണ്ടികൾ പോകുമ്പോഴും ഭയങ്കര അടിച്ചാ വെള്ളം അതെങ്ങനെ അതിനകത്തോട്ട് കയറുന്നുണ്ട്. ഈ ചെറുവണ്ടികളൊക്കെ വരുന്നത് നമ്മൾ ഓരോ കമ്പനിയിൽ നിന്നൊക്കെ പാർസൽ ബുക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരുന്ന കുറച്ച് ബണ്ടിലുകൾ നമ്മളെ വണ്ടിയിൽ അവിടുന്ന് കയറ്റിയില്ല എന്ന് പറഞ്ഞാല് അപ്പൊ അതാ ഇവിടെ കൊണ്ട് ഇറക്കാൻ വേണ്ടി വരുന്ന. അത് എന്നിട്ട് എല്ലാം കൂടെ എല്ലായിടത്തും വരുന്ന എല്ലാം കൂടെ ഒരുമിച്ച് ഇവിടുന്ന് ഓരോ സ്ഥലങ്ങളിലേക്ക് കയറ്റി വിടും. എന്തോ ഇതിലെ ഒരു ബൈക്കാരൻ പോകുന്നുണ്ടോ വെള്ളത്തിൽ കൂടെ. അവിടുന്ന് ഞാൻ നീന്തി ഇവിടെ വന്നു. അതെ നടന്ന് നീന്തി ഇറങ്ങിപ്പോയി. ഇവിടെയൊക്കെ ജോലി ചെയ്യുന്നവർ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പോന്ന വെള്ളത്തിൽ കൂടെ ആൾക്കാർ ജോലി കഴിഞ്ഞ് പോകുന്ന കണ്ടോ സൈഡിൽ നിന്ന്. ഇല്ല നടക്കണ്ടല്ലോ സൈഡിൽ കയറി നിന്നാലേ ആ ഡോർ നല്ലപോലെ അടഞ്ഞിട്ടുമില്ല. നോക്കിയേ രാവിലെ പൊന്നുവേ നമ്മുടെ ഇൻട്രോയ്ക്കകത്ത് മഴക്കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും മഴക്കാഴ്ച കിട്ടുമെന്ന് ഓർത്തില്ല. നമ്മുടെ ലോഡിങ് പിന്നെയും തുടങ്ങി. ലോഡിങ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എന്താന്ന് ചോദിച്ചാലേ നമുക്ക് 2 ഡെലിവറി ആയിരുന്നു പറഞ്ഞിരുന്നത്. കളമശ്ശേരി ട്രിവാൻഡ്രം. അപ്പോൾ അത് ഇന്നിപ്പോൾ ഈ മഴയൊക്കെ ആയതുകൊണ്ട് അധികം ബുക്കിംഗ് വന്നില്ല. അതുകൊണ്ട് കുറവാണ്. അപ്പോൾ ഒരു സ്ഥലം കൂടെ ഇറക്കേണ്ടി വരും മിക്കവാറും. കോഴിക്കോട് കളമശ്ശേരി തിരുവനന്തപുരം. പിന്നെ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഇന്ന് കിടന്നിട്ട് നാളെ പിന്നെ കളമശ്ശേരിയോ ട്രിവാൻഡ്രോ ലോഡ് കയറ്റി വിടും. നാളെ വരെ ഇവിടെ ഞാൻ കിടക്കുന്നില്ല. അതെ അതുകൊണ്ട് പിന്നെ കോഴിക്കോടെങ്കിൽ കോഴിക്കോട് ഒന്നുകൂടെ പടുതായിരിക്കണമെന്നല്ലേ ഉള്ളൂ അവിടെ ചെല്ലുമ്പോൾ. അതാ എളുപ്പം. അപ്പോൾ സമയം ഇപ്പോൾ 7 മണിയായി. അതെ ഇരുണ്ട് തുടങ്ങാന്നു. സൂര്യൻ ചാഞ്ഞിട്ട് ഉദിച്ചിട്ട് വേണ്ടേ മര്യാദക്കൊന്ന്. അതെ മൂടലായിരുന്നു മൊത്തം. അതെ നമ്മൾ കുറച്ചുകൂടെ ഉള്ളൂ കയറ്റാൻ. ചിലപ്പോൾ കാലിക്കട്ട് കയറ്റേണ്ടി വരികയല്ലോ കേട്ടോ. അല്ലാതെ തന്നെ ഏകദേശമൊക്കെ ഇത്രയൊക്കെ ആയി. മഴ പെയ്തു. മഴ അതെ വീണ്ടും അത് നല്ലപോലെ ചെറുതായിട്ട് ചാറ് വെക്കൊണ്ടിരുന്ന മുമ്പേ. അപ്പോൾ ഇത് നല്ലപോലെ ചാറാൻ തുടങ്ങി. അപ്പോൾ ഇതേ നമ്മുടെ ലോഡ് കയറ്റി തീർന്നു. അപ്പോൾ നമ്മുടെ പടുതാക്കി ഇട്ട് കെട്ടിക്കൊണ്ടിരിക്കുക. സമയം ഇപ്പോൾ 8:20 അപ്പോൾ ഇതേ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. പടുതാക്കി ഇട്ടു കയറ് വലിച്ച് കെട്ടിക്കൊണ്ടിരിക്കുക. ഏതൊക്കെ ആയാലും മഴ വലിയ ശല്യമൊന്നും ചെയ്തില്ല. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ലോഡ് കയറ്റി പടുത ഇടാൻ പറ്റി. ഗോഡൗണുകളെല്ലാം ഓരോന്നോരോന്നായിട്ട് അടയ്ക്കാൻ തുടങ്ങി. സമയം 9 മണിയായി. ഇതന്നെ ഒരു കെട്ട് പേപ്പറായിട്ട്. ഇതാ ബില്ല്. പിന്നെ പാർസലിന് ഇതുപോലെ ഇത്രയും ബണ്ടിൽ ഒത്തിരി ഇല്ലേ അതിനനുസരിച്ച് ബില്ലും കൂടുതൽ. ഇത്രയും ബില്ലുണ്ട്. എന്നാ ഇതങ്ങ് വെച്ചോ. അപ്പൊ നമുക്ക് നാട്ടിലേക്കുള്ള യാത്ര തുടങ്ങിയാലോ. ലോഡൊക്കെ കയറ്റി കഴിഞ്ഞു. എടുക്കുന്നേ ഇങ്ങോട്ട് അധികം വെട്ടിക്കല്ലേ. എന്നാ ആ സൈഡ് ചേർന്ന വണ്ടി നിൽക്കുന്നേ. നേരെ അങ്ങ് എടുത്തോ. അധികം ഇങ്ങോട്ട് വെട്ടിക്കണ്ട. കുഴപ്പമില്ല. ചെറുതായിട്ട് വെട്ടിച്ചെടുത്തോ കുഴപ്പമില്ല. രാവിലെ ചെറുതായിട്ടൊന്ന് കാപ്പി കുടിച്ചാ ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല ഞങ്ങൾ 3 പേരും. ഇതാണ് ലോറി ജീവിതം. എങ്ങനെയുണ്ട്? നന്നായിട്ട് ആസ്വദിച്ചോണ്ട്. അതെ അപ്പോഴേ എന്നേലും കഴിച്ചിട്ട് പോവാം. കഷ്ടം. അപ്പം വണ്ടി ഇങ്ങോട്ട് ഒതുക്കിയിട്ടിട്ട് കഴിക്കാൻ പോവാം. ഈ റൈറ്റ് സൈഡിലേക്ക് ചേർത്തിടാം. ലോക്ക് ചെയ്തോ? ലോക്ക് ചെയ്തു. എവിടെ? അവിടെ ഒരു കടയുണ്ടെന്ന് പറഞ്ഞു. അത് നോക്കാം.
ആ ഇവിടെ തൊട്ട് ബ്ലോക്കാ. എന്നാന്നറിയോ, അതൊരു മെയിൻ റോഡല്ലേ, അതിലേക്ക് ഇറങ്ങുന്നതിൻ്റെ തിരക്കായത്. അതിലെ ഇപ്പോഴും വണ്ടി നല്ലപോലെ പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. ഇവിടെ കട നോക്കി വന്ന് കടയൊന്നും കണ്ടില്ല. അന്നേരം ഇവര് പിസ്സ നേരെ ഫ്രണ്ടിലുണ്ടായിരുന്നു കട. അപ്പൊ ഇതൊരു ഓപ്ഷൻ ഉള്ളൂ, കഴിക്കുക പെട്ടെന്ന് പോവാ ബ്ലോക്ക് ആവുന്നതിന് മുന്നേ. പിസ്സ എനിക്ക് വേണ്ട, ഞാൻ ചെറിയൊരു കഷ്ണം വല്ലതും മതി. എടുത്തോ. പറഞ്ഞ കൂടെ ഒരു പറഞ്ഞിട്ടില്ലേ, വേറെയാണോ പറഞ്ഞത്? ഈ ടൈപ്പ് അല്ലേ? ആ പൊന്നു വേറെയാണോ പറഞ്ഞേ? വേറെ ആയിട്ടാണോ? ആ രണ്ട് ഫ്ലേവർ വെച്ച് ഓരോന്ന് പറഞ്ഞു. ശരിക്കും നമ്മുടെ വണ്ടി പഴയ വണ്ടി ആയതുകൊണ്ട് ഇതിലേ പോകണം. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ താനെ വഴി ഐറോളി വഴി അങ്ങ് പോയായിരുന്നു, എളുപ്പമുണ്ടായിരുന്നു. ഏക്കാലുവേ മിനിങ്ങാന്നുണ്ടായിരുന്ന ഇന്നലത്തെയൊക്കെ അതിനെ അപേക്ഷിച്ച് മഴ ഇച്ചിരി കുറവുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ റോഡ് കയറ്റാൻ പറ്റും. പിന്നെ അവിടെ വെള്ളം കിടന്നുകൊണ്ട് മാത്രമേ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഡ്രൈവർക്ക് ശകലം റെസ്റ്റ് കൊടുക്കാമെന്ന് വെച്ചു. രാവിലെ 3-4 മണിക്കൂർ ട്രാഫിക്കിൽ കൂടെ ഒക്കെ വന്നതല്ലേ. 3-4 മണിക്കൂറോ? എത്ര നേരം ഇരുന്നേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തു. സാധാരണ ബോംബെന്ന് ലോഡ് കയറ്റുകയാണെങ്കിൽ ഞാൻ ഇങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞില്ലേ, സെക്കൻഡ് ഡ്രൈവർ പൂനെ കഴിയുന്ന എക്സ്പ്രസ് കയറുന്നിടം വരെ ഓടിക്കോളൂ. അവിടെ നിന്ന് ബോംബെ കൊണ്ട് ലോഡ് ഇറക്കി, ബോംബെന്ന് ലോഡ് കയറ്റി തിരിച്ച് എക്സ്പ്രസ്സിലെ 2ാമത്തെ ടോളിൽ കൊണ്ട് തരുവാ ചെയ്യുന്ന മെയിൻ ഡ്രൈവർമാർ. ഞാനിപ്പോ ഒരു കൺസെഷൻ തന്നെ. അല്ല അത് കുഴപ്പമില്ല, നമ്മൾ രണ്ടും മെയിൻ ആണല്ലോ. അതൊരു അന്യായ ബ്ലോക്കായി പോയി. അതെ, ഇത്തവണ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തു. ബോംബെയിലെ ട്രാഫിക് എക്സ്പീരിയൻസ് ചെയ്തു, മഴയായി, ചെളിയിൽ എങ്ങനെ ലോഡ് കയറ്റുന്നുള്ള അടിച്ചു, വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചു. അതെ, വെള്ളത്തിൽ കൂടെ വണ്ടി ഓടിച്ചു. ഒരു തിരക്കും ഇല്ലല്ലേ ഇവിടെ ഒന്നും. അങ്ങോട്ട് തിരക്ക് കാണും, ഇതൊന്നും കണ്ട് സന്തോഷിക്കണ്ട. ആ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഫാമിലി മെമ്പറാ കേട്ടോ, മഹാരാഷ്ട്രയുള്ള പുള്ളി. മാഡം എന്ത് ചെയ്യാന്നൊക്കെ വന്ന് ചോദിച്ചു. ഇവിടെ ഒരു വണ്ടി മറിഞ്ഞ് കിടക്കുന്നു, അതെങ്ങനെ ഇവിടെ വണ്ടി മറിഞ്ഞേ? അല്ല മാലിക്കല്ലേ, ഭാരത് ബെൻസ്. ആ അതെന്നെ പറ്റിയെന്നറിയോ? ഇതെന്നെ പറ്റിയെന്നറിയോ? ഇത് ലോഡ് കുത്താൻ വേണ്ടി അവിടെ പൊക്കിയതായിരിക്കും, ടിപ്പ് പൊക്കിയതാ. അതിനകത്ത് ലോഡുണ്ട്, ചെരിഞ്ഞ് നിന്നിട്ട് ഈ പെട്ടി പൊക്കിയോണ്ടാ. അപ്പോൾ അങ്ങനെ മറിഞ്ഞതാണ്. ഞാൻ ഓർക്കും ചെയ്തു അവിടെ എങ്ങനെയാണ് വണ്ടി മറിയുന്നതെന്ന്. ഈ ടിപ്പർ നമ്മൾ ലോഡ് കുത്താൻ എപ്പം നിൽക്കുമ്പോഴും ലെവൽ സ്ഥലത്ത് നിർത്തിയിട്ടേ കുത്താവുള്ളൂ. ഇങ്ങനെയൊക്കെ ചെരിഞ്ഞ് ഇപ്പോൾ നിൽക്കുകയാണെങ്കിൽ ഈ പെട്ടി അങ്ങ് പൊക്കി വിടുമ്പോഴത്തേനും ചെരിഞ്ഞ സൈഡിലേക്ക് ഈ ലോഡ് ഇങ്ങനെ വരും. അപ്പോൾ ഒരു സൈഡിലേക്ക് പൊങ്ങി കഴിയുമ്പോൾ ഇതിങ്ങനെ പോരും. അപ്പോൾ ഒരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ പിന്നെ ഒരു സൈഡിലേക്ക് ലോഡ് വരുമ്പോഴത്തേനും വണ്ടി മറിയും. ഇതിപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ. അപ്പം ഈ ഹൈവേയിൽ കുറച്ച് ദൂരം ഓടണം, അത് കഴിഞ്ഞ് ഈ ഹൈവേ നമ്മൾ ഇറങ്ങണം ലെഫ്റ്റിലേക്ക്. ഹൈവേ മുംബൈ നാസിക് ഹൈവേ. അവിടെയൊക്കെ ഉണ്ടോ മലകളുണ്ട്? മലയാ, ആ മുംബൈ സൈഡൊക്കെ മലയാ. അതിനടുക്കൂടാ പോകുന്നത് നമ്മള്. ഇവിടുന്ന് നേരെ പോയാൽ മുംബൈ പോകും. നമ്മളിവിടുന്ന് ഹൈവേന്ന് ഇറങ്ങുക. വെള്ളം അടിച്ചിട്ടുണ്ടോ നൂതാൻ? പക്ഷെ ഇവിടെ മറ്റേ ഇതൊന്നും ഒതുക്കുന്ന മീറ്ററൊന്നും ഇല്ല, മെഷീനൊന്നും ഇല്ല, ചുമ്മാ ഊതാനാ പറഞ്ഞു. ഇത്ര നേരം വെള്ളത്തിന്റെ അടുക്കായിരുന്നു. അതെ, വെള്ളത്തിലായിരുന്നു. അതൊരു ശരിയാ, ഫുൾ ടൈം നമ്മൾ വെള്ളത്തിലായിരുന്നു ഇന്ന്. അത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഊതിക്കുന്ന ഊതിക്കുന്ന മെഷീനെ ഇവർക്ക് മേടിച്ചു കൊടുക്കണം. അല്ലാതെ ചുമ്മാ അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിപ്പം വെള്ളം അടിച്ചിട്ടുണ്ടെങ്കിൽ പൈസ മേടിച്ചു വിടും, അതേ ഉള്ളു, അതിന് വേണ്ടിയിട്ടാ. പക്ഷെ അത് പോരാ, നമ്മൾ ഊതിക്കുന്ന മെഷീനും മേടിച്ചു കൊടുത്ത് ചെയ്യണം. അതിനെച്ചാൽ അതുപോലെ ഒരുപാട് അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ വേണമെങ്കിൽ കുറച്ചു നേരം കിടന്നുറങ്ങിക്കോ. കുറച്ചു നേരം അല്ലേ, കിടന്നുറങ്ങിക്കോ. രാത്രി അധികം ഓടുന്നില്ലല്ലോ. രാത്രി ഏക്കല് ഇതൊന്നും ഇവിടെ ഒന്ന് പാസ്സായി എക്സ്പ്രസ്സിൽ ഒന്ന് കേറട്ടെ, അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അല്ല വേണമെങ്കിൽ നമുക്ക് ഇവിടെ എങ്ങും നിർത്തി കിടന്നുറങ്ങാനോ വണ്ടി നിർത്തിയിടാനോ പറ്റുന്ന സ്ഥലമല്ല. എവിടെ നിർത്തിയിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടെങ്കിലും വണ്ടിയിൽ നിന്ന് എന്തെങ്കിലും സാധനങ്ങൾ പോകും. ഡീസൽ പോവും, ബാറ്ററി പോവും, സ്റ്റെപ്പിന് പോവും, പടുത പോവും. ഇത് ലോഡ് തന്നെ ചിലപ്പോൾ കട്ട് ചെയ്തുകൊണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമ്മൾ എടുത്തോണ്ട് പോകാൻ എളുപ്പമുള്ള ലോഡ്. അതെ, ആ പടുത കട്ട് ചെയ്താൽ മതിയല്ലോ. അങ്ങനെയുള്ള പരിപാടി ഒന്നും ആലോചിക്കണ്ട, കിടന്നോ. ഇവിടുന്ന് ശരിക്കും പറഞ്ഞാൽ പൂനെ കഴിഞ്ഞ് എവിടെയെങ്കിലും വല്ല ദാവേലുവേ പോയി കിടക്കാൻ സൗകര്യമുള്ളൂ. പിന്നെ നമുക്ക് കൊപ്പോളി ചെന്ന് നോക്കാം. കൊപ്പോളിയിൽ അവിടെ പാർക്കിംഗ് ഉണ്ടല്ലോ, ആ പാർക്കിങ്ങിൽ വല്ലതും സെക്യൂരിറ്റി ഉള്ളിടത്താണെങ്കിൽ പിന്നെയും കിടക്കാം, എല്ലാവരുടെടുത്തും കിടക്കാൻ പറ്റുകയില്ല. ഇതെല്ലാം മുംബ്രയുടെ ഭാഗങ്ങളാണ്. മുംബ്ര ഇന്ന് കുറച്ചുകൂടെ അങ്ങ് പോയിട്ടെ നേരെ എക്സ്പ്രസ് വേയിലേക്ക് കയറിയേക്കാം. അപ്പൊ അത് ആ കാണുന്നതാണ് എക്സ്പ്രസ് വേ. നമുക്ക് അതിലേക്ക് പോയി കയറണം.
അവിടെ ഒന്നും നല്ല ബോർഡൊന്നും വെച്ചിട്ടില്ലല്ലോ. നല്ലൊരു ബോർഡ് പോലും ഇല്ല. അപ്പോൾ ഇത് നമ്മൾ വന്ന് മുംബൈ പൂനെ എക്സ്പ്രസ് വേയിലേക്ക് കയറി. ലൈറ്റ് ലോഡ് ആയതുകൊണ്ട് നല്ല കുലുക്കമുണ്ട്. ലൈറ്റ് ലോഡ് ആയതുകൊണ്ട് കുലുക്കം ഉണ്ടാവും. വെയിറ്റ് ഉണ്ടെങ്കിൽ വലിയ കുലുക്കം ഇല്ലാതെ അങ്ങ് പോകാം. അത് തന്നെയല്ല, എന്നറിയോ, ഈ കോൺക്രീറ്റ് റോഡ് ആയതുകൊണ്ട് ഇവിടെ ഇച്ചിരി കുലുക്കമുണ്ട്. എക്സ്പ്രസ് വേയിലേ ലോണാവാല 42, പൂനെ 107 കിലോമീറ്റർ, ട്രക്ക് വിശ്രാം സ്ഥൽ 25 കിലോമീറ്റർ. ട്രക്ക് പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ട്രക്ക് പാർക്കിംഗ് ഉണ്ട് അവിടെ. കൊപ്പളിയിലുണ്ട്. കൊപ്പളിയല്ല, ഖലാപ്പൂർ ടോൾ പ്ലാസ കഴിയുമ്പോൾ ഉണ്ട്. ആദ്യമായിട്ടാണല്ലോ നമ്മുടെ തിരിച്ചു പോകുന്ന യാത്രയില്. അതെ, തിരിച്ചുള്ളതിൽ ആദ്യത്തെ. ഇനി അങ്ങോട്ട് ടണലുകൾ കുറെ ഉണ്ട് കേട്ടോ. എന്നാ വലിയ ടണലാന്ന് നോക്കി. ഒരേ ഡയറക്ഷനിലേക്ക് 3 ലൈനുണ്ട് റോഡ്. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന അപ്പുറത്തെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഇങ്ങോട്ട് വരുന്ന ടണലും ഉണ്ട്. ഒരുവിധ വലിയ ടണലാ. അവിടെ നിന്ന് കയറി നോക്കാം. നല്ല പാർക്കിംഗ് സൗകര്യം ഒക്കെ ഉണ്ട്. വേണേൽ അവിടെ ഇട്ട് കളഞ്ഞിട്ട് രാവിലെ എടുത്തു പോവാം. ഇപ്പൊ ഈ രാത്രിക്ക് അങ്ങോട്ട് നല്ല തിരക്കുണ്ട് റോഡിൽ. ചിലപ്പം ചെറിയ ബ്ലോക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. പമ്പിലെയും ഹോട്ടലിലെയൊക്കെ തിരക്കുണ്ടോ. സമയം ഇപ്പം 2 മണിയായി. അപ്പോൾ ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ എടുത്തു പോവാം.